ഏപ്രിൽ 22 പെഹൽഗാം തീവ്രവാദ ആക്രമണത്തെക്കുറിച്ചും അതിൽ 26 മനുഷ്യജീവനുകൾ രക്തസാക്ഷികളായതും നമ്മൾ ഇപ്പോഴും വേദനയോടെയാണ് ഓർക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധസമാനമായ തർക്കങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ അതിൽ ഇന്ത്യക്ക് തന്നെയായിരിക്കും 100% വിജയം എന്നായിരിക്കും നമ്മൾ കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അതത്ര എളുപ്പമാണോ? അല്ല എന്നുള്ളതാണ് സത്യം. അതെന്താണെന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുകയെന്നും അതിലാര് വിജയിക്കുകയെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇതിനായി നമ്മൾ മുൻപ് നടന്നിട്ടുള്ള ചില ഇന്ത്യ പാക് യുദ്ധങ്ങളെ മനസ്സിലാക്കണം. പ്രധാനമായും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 4 യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. 1947 ഇൻഡോ പാകിസ്ഥാൻ വാറാണ് അതിൽ ഒന്നാമത്തേത്. കാശ്മീരിനെ ചൊല്ലിയുള്ള ഈ യുദ്ധത്തിൽ UN-ന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യക്ക് കാശ്മീരിൻ്റെ 2/3 ഭാഗവും പാകിസ്ഥാന് 1/3 ഭാഗവും ലഭിക്കുകയായിരുന്നു. 1965 രണ്ടാം ഇൻഡോ പാക് യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ മധ്യസ്ഥതയിൽ ടഷ്കൻഡ് അഗ്രിമെൻറ്റോടെ വെടിനിർത്തൽ സംഭവിക്കുകയായിരുന്നു. അതിൽ ഇരു രാജ്യങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. 1971 മൂന്നാം ഇൻഡോ പാക് യുദ്ധത്തിൽ ഇന്ത്യ വിജയിക്കുകയും ബംഗ്ലാദേശ് എന്ന രാജ്യം ഉടലെടുക്കുകയും ചെയ്തു. അവസാനമായി 1999 കാർഗിൽ യുദ്ധത്തിലും ശക്തമായ തിരിച്ചടിയോടെ ഇന്ത്യ വിജയിക്കുകയായിരുന്നു. പക്ഷേ ഇതൊക്കെയും 2000-ന് മുൻപുള്ള യുദ്ധങ്ങളുടെ കണക്കുകളാണ്. അതെല്ലാം കഴിഞ്ഞ് 25 വർഷങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ഇരു രാജ്യങ്ങളും പലതരത്തിലും വളർന്നിട്ടുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ ഈ 2025 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ആര് വിജയിക്കുമെന്നറിയാൻ ഇരു രാജ്യങ്ങളുടെയും മിലിറ്ററി ഫോഴ്സ് എത്രയാണെന്നും ആയുധ ശേഖരത്തിൻ്റെ പവർ എത്രത്തോളമാണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ ടോട്ടൽ ആക്റ്റീവ് സോൾജിയേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 1.45 മില്യൺ, അതായത് 14,50,000-ഓളമാണ്. കൂടാതെ ആവശ്യ സമയത്ത് യുദ്ധം ചെയ്യാനായി 1.15 മില്യൺ അഥവാ 11,50,000-ഓളം റിസർവ് സോൾജിയേഴ്സും ഇന്ത്യക്കുണ്ട്. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ആക്റ്റീവ് സോൾജിയേഴ്സ് 6,50,000-ഓളവും റിസർവ് സോൾജിയേഴ്സ് 5,50,000-ഓളവും മാത്രമാണ്. ഓരോ വർഷവും ഇന്ത്യ ആയുധങ്ങൾക്കും മിലിറ്ററി പരിശീലനത്തിനും മറ്റുമായി ചിലവഴിക്കുന്നത് $85 ബില്യൺ അഥവാ 7 ലക്ഷം കോടിയിലധികമാണ്. എന്നാൽ പാകിസ്ഥാൻ ഇതിനായി വർഷം ചിലവഴിക്കുന്നത് $11 ബില്യൺ അഥവാ 91,630 കോടിയോളം രൂപ മാത്രമാണ്. കൂടാതെ അർജുൻ എന്ന് വിളിപ്പേരുള്ള പവർഫുൾ യുദ്ധ ടാങ്കുകൾ ഉൾപ്പെടെ ഇന്ത്യക്ക് 4,600-ഓളം മിലിറ്ററി ടാങ്കുകളാണ് സ്വന്തമായുള്ളത്. പാകിസ്ഥാൻ്റെ കൈവശം 2,400-ഓളം യുദ്ധ ടാങ്കുകൾ മാത്രമാണുള്ളത്. ഇനി എയർഫോഴ്സിൻ്റെ കാര്യമെടുത്താൽ ഇന്ത്യയുടെ കൈവശം ടോപ്പ് നോച്ച് ഫൈറ്റേഴ്സ് ജെറ്റ്സുകളായിട്ടുള്ള Su-30 MKI, റഫേൽ, തേജസ് തുടങ്ങിയ 2,200-ഓളം എയർക്രാഫ്റ്റുകളാണുള്ളത്. പാകിസ്ഥാൻ്റെ കൈവശം JF-17, F-16, J-10C തുടങ്ങിയവ ഉൾപ്പെടുന്ന 1,400-ഓളം എയർക്രാഫ്റ്റുകളുമാണുള്ളത്. കഴിഞ്ഞില്ല. ഇന്ത്യൻ നേവി ഫോഴ്സിൻ്റെ കാര്യമെടുത്താൽ ഒരു എയർക്രാഫ്റ്റ് കരിയർ, 11 ഡിസ്ട്രോയേഴ്സ്, 17 സബ്മറൈൻസ്, ടോട്ടൽ 150-ഓളം യുദ്ധക്കപ്പലുകളുമാണുള്ളത്. എന്നാൽ പാകിസ്ഥാൻ അത് 9 ഫ്രിഗറ്റ്സ്, 8 സബ്മറൈൻസ്, കുറച്ച് പെട്രോൾ ബോട്ടുകളും മാത്രമാണുള്ളത്. ഇനി മിസൈൽസിൻ്റെ കാര്യമെടുത്താൽ 5000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം വരെ തകർക്കാൻ കഴിയുന്ന ലോങ് റേഞ്ച് മിസൈലായിട്ടുള്ള അഗ്നി ഉൾപ്പെടെ ഏകദേശം 1,200-ഓളം മിസൈലുകളാണ് ഇന്ത്യക്കുള്ളത്. പാകിസ്ഥാൻ അത് 800-ഓളം മിസൈലുകൾ മാത്രമെന്ന കണക്കിലാണ്. കഴിഞ്ഞില്ല. ഇന്ത്യക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് സ്പൈയിങ്ങും സ്ട്രോങ് സൈബർ വാർ സ്കിൽസുമുണ്ട്. ഇതേസമയം പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെയാണ് സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിനേക്കാൾ അപകടം നിറഞ്ഞത് ഇരു രാജ്യങ്ങളുടെയും ന്യൂക്ലിയർ പവറാണ്. ഇന്ത്യക്ക് ഏകദേശം 172 ആണവായുധ ശേഖരമാണുള്ളത്. എന്നാൽ പാകിസ്ഥാനും ഇതിനോട് തുല്യമായി 170-ഓളം ആണവായുധ ശേഖരമുണ്ട് എന്നാണ് കണക്കുകൾ. ഈ ആണവായുധം ഉപയോഗിക്കാനുള്ള നിയമങ്ങളിൽ പാകിസ്ഥാൻ പിന്തുടരുന്നത് വളരെ അപകടം നിറഞ്ഞ ഒരു നിയമമാണ്. അത് സത്യത്തിൽ ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയാണ് എന്നതാണ് സത്യം. അതെന്താണെന്ന് വഴിയെ പറയാം. സത്യത്തിൽ യുദ്ധമെന്നാൽ ആയുധങ്ങൾ കൊണ്ട് പരസ്പരം പോരടിക്കുന്നത് മാത്രമല്ല, യുദ്ധങ്ങൾ വളരെ എക്സ്പെൻസീവാണെന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു യുദ്ധം ആരംഭിച്ചാൽ ഇരു രാജ്യങ്ങൾക്കും ആർമിയെ പവർഫുള്ളാക്കി നിർത്താൻ ആവശ്യമായ പണം, ഫ്യുവൽ,
ഫുഡ്, ബുള്ളറ്റ്സ് തുടങ്ങിയവയൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് ഇരു രാജ്യങ്ങൾക്കും എത്രത്തോളം കഴിവുണ്ടെന്നറിയാൻ ഇന്ത്യയുടെയും പാകിസ്ഥാനെയും എക്കോണമി എത്രത്തോളം പവർഫുൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ GDP അഥവാ ടോട്ടൽ വെൽത്ത് എന്ന് പറയുന്നത് 2025 കണക്കുകൾ പ്രകാരം അപ്രോക്സിമേറ്റ്ലി $3.9 ട്രില്യൺ അഥവാ ഈ സ്ക്രീനിൽ കാണുന്ന അത്രത്തോളം രൂപയാണ്. എന്നാൽ പാകിസ്ഥാൻ്റെ GDP എന്ന് പറയുന്നത് വെറും $360 ബില്യൺ അഥവാ 30 ലക്ഷം കോടിയോളം മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ GDPയുടെ വെറും 9.23% മാത്രമാണ് പാകിസ്ഥാൻ്റെ ടോട്ടൽ GDP എന്ന് പറയുന്നത്. കൂടാതെ ഇന്ത്യയിൽ $600 ബില്യൺ ഫോറിൻ റിസർവുമുണ്ട്. കഴിഞ്ഞില്ല, ഇന്ത്യ സ്വന്തമായി യുദ്ധ ടാങ്കുകളും ജെറ്റുകളും കപ്പലുകളും മറ്റും നിർമ്മിക്കുന്നുമുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ചൈനയെയും അമേരിക്കയെയുമാണ് ഇത്തരം ആവശ്യങ്ങൾക്കായി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ എക്കോണമി പാകിസ്ഥാന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലുതാണ്. എന്നാൽ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത് ചെറിയൊരു സമയത്തേക്ക് മാത്രമാണെങ്കിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ദീർഘകാല യുദ്ധമായാൽ ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ വിജയിക്കാനും കഴിയും. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് പാകിസ്ഥാനെ ഏറ്റവും അപകടകാരികളാക്കുന്നത്. മുൻപേ പറഞ്ഞതുപോലെ ഇന്ത്യക്കും പാകിസ്ഥാനും ഏകദേശം 170ഓളം ആണവായുധ ശേഖരം സ്വന്തമായുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും തുല്യമായ പവർ ഇരു രാജ്യങ്ങൾക്കും ഇല്ല എന്നുള്ളത്. എന്നാൽ ഇന്ത്യ NFU അഥവാ നോട്ട് ഫസ്റ്റ് യൂസ് പോളിസി പിന്തുടരുന്ന രാജ്യമാണ്. അതായത് ഇതൊരു ന്യൂക്ലിയർ പോളിസിയാണ്. ഒരു രാജ്യം ഇങ്ങോട്ട് ന്യൂക്ലിയർ പവർ ഉപയോഗിച്ചാൽ അല്ലാതെ തിരിച്ച് ന്യൂക്ലിയർ പവർ ഉപയോഗിക്കില്ല എന്ന പോളിസിയാണിത്. ഇത് ഇന്ത്യ പിന്തുടരുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ഈ പോളിസി ഫോളോ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അതിനാൽ തന്നെ ന്യൂക്ലിയർ അറ്റാക്ക് ആദ്യമായി പാകിസ്ഥാൻ നടത്തിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് അതിനേക്കാൾ 10 മടങ്ങിൽ അത് തിരിച്ചടിക്കാൻ കഴിയുമെങ്കിലും അതിനു മുൻപേ തന്നെ ഇന്ത്യയിൽ 10,000-കണക്കിന് ആളുകൾ മരിച്ചു വീഴും. ഉദാഹരണത്തിന്, ഒരു വലിയ ന്യൂക്ലിയർ ബോംബ് പാകിസ്ഥാൻ ഏതെങ്കിലും വഴി ഡൽഹിയിലിട്ടാൽ അത് ഡൽഹിയെ മുഴുവൻ നശിപ്പിച്ച് 1 കോടിയിലധികം മനുഷ്യജീവനുകൾക്ക് ഭീഷണിയായി മാറും. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഭീഷണിയായി മാറുന്നത് ഇന്ത്യ പാക് ബോർഡറിൽ താമസിക്കുന്ന ജനങ്ങൾക്കാണ്. പക്ഷേ ഇന്ത്യ ഉടൻ അതിനെതിരെ 10 ഇരട്ടിയായി തിരിച്ചടിക്കും എന്നതാണ് മറ്റൊരു വാസ്തവം. ഇനി ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കിയാൽ യുദ്ധമുഖത്ത് ആർക്കായിരിക്കും വിജയമെന്ന് നമുക്ക് നോക്കാം. 10 മുതൽ 14 ദിവസമൊക്കെ നീളുന്ന ചെറിയ യുദ്ധങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീഴുകയും ഇരു രാജ്യങ്ങളും ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കും വരെ തുല്യമായി പിടിച്ചു നിൽക്കാനുമാണ് സാധ്യത. എങ്കിലും ഇന്ത്യക്ക് യുദ്ധത്തിൽ ആധിപത്യം കൂടുതലായിരിക്കും. ഒന്നുകിൽ പാകിസ്ഥാൻ പിന്തിരിയുകയോ അല്ലെങ്കിൽ യുദ്ധം ഇനിയും നീണ്ടു നിൽക്കുകയോ ആണ് ചെയ്യുക. പക്ഷേ അതിനേക്കാൾ നീണ്ടുപോയാൽ എല്ലാ റിസോഴ്സുകളും നഷ്ടപ്പെട്ട് പാകിസ്ഥാൻ പൂർണ്ണമായി കീഴടങ്ങുന്ന അവസ്ഥയിലേക്കെത്തും. ഇന്ത്യ വിജയം കൈവരിക്കുകയും ചെയ്യും. പക്ഷേ അപ്പോഴേക്കും ഇരു രാജ്യങ്ങളിലും ആയിരക്കണക്കിന് സോൾജിയേഴ്സും 10,000-കണക്കിന് സാധുക്കളും മരിച്ചു വീണിട്ടുണ്ടാകും. ഇനി അതിനിടയിൽ ന്യൂക്ലിയർ വെപ്പൺ ഏതെങ്കിലും രാജ്യം ഉപയോഗിച്ചാൽ അത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തുള്ള മരണസംഖ്യയിലേക്കെത്തും. ഇരു രാജ്യങ്ങളുടെ നാശത്തിലായിരിക്കും അത് കലാശിക്കുക. ഏതായാലും ഇനിയൊരു ഇന്ത്യ പാക് യുദ്ധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.